സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ടൈപ്പ് 1 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ 2 ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടൈപ്പ് 1 ആണ് e⁻⁴. അപ്പോൾ e⁻⁴ വന്നാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാം, ഡിനോമിനേറ്ററിൽ ഡി ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? പുട്ട് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എ അല്ലേ? അപ്പോൾ ഇൻ കേസ് ഡിനോമിനേറ്റർ 0 ആയാൽ ആ കേസ് അങ്ങ് ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദി ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദി ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. അപ്പോൾ ഇതങ്ങ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ആണ്, സോൾവ് d²y/dx² - 4y = e⁻² x പ്ലസ് e⁻⁻4x. ഇവിടെ പുട്ട് d/dx = ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുക. തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനെ പുട്ട് d/dx = ക്യാപിറ്റൽ ഡി. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? d² - 4 × y = e⁻² x പ്ലസ് e⁻⁻4x. ഇനി തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും കാണും, പർട്ടിക്കുലർ ഇൻ്റഗ്രലും കാണും അല്ലേ? അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പുട്ട് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എം. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ആവും? m² - 4 = 0. m² - 4 = 0 എന്ന് പറഞ്ഞാൽ m = +or-2 ആണ്. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? c1 e⁻²x പ്ലസ് c2 e⁻²x. റിയൽ റൂട്ട്സും ആണ്, ബട്ട് ഡിഫറെൻറ്റ് റൂട്ട്സും ആണ്. അങ്ങനെ വരുന്ന കേസിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഫോർമുലയാണ് c1 e⁻m1x പ്ലസ് c2 e⁻m2x. അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്ന 2 ആണ്, m2 എന്ന് പറയുന്ന -2 ആണ്. അപ്പോൾ c1 e⁻²x പ്ലസ് c2 e⁻²x. ഇനി വീണ്ടും നമ്മൾ നോക്കണം, ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് e⁻² പ്ലസ് e⁻⁻4x ആണ്. ഇപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 ഉണ്ട്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 2 ഉണ്ട്. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ e⁻²x ആണ്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 2 എന്ന് പറഞ്ഞാൽ e⁻⁻4x ആണ്. അപ്പോൾ രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ pi = 1/d² - 4 × e⁻²x പ്ലസ് e⁻⁻4x. ഇനി ബ്രാക്കറ്റ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ 1/d² - 4 × e⁻²x പ്ലസ് 1/d² - 4 × e⁻⁻4x. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് e⁻²x ആണ്. e⁻²x അവിടെ എയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുട്ട് d = a ആണ്. അപ്പോൾ പുട്ട് d = എന്തായിരിക്കും? 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ e⁻⁻4x ആണ്. അപ്പോൾ അവിടെ a എന്ന് പറയുന്നത് എന്താണ്? -4 ആണ്. അപ്പോൾ പുട്ട് d = -4 ആണ്. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ d = 2 എന്ന് കൊടുക്കുമ്പോൾ ആ ഡിനോമിനേറ്റർ 0 എന്നായിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിനോമിനേറ്റർ 0 എന്ന് വരുവാണെങ്കിൽ ആ കേസ് അങ്ങ് ഫെയിൽ ആവും. അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദി ന്യൂമറേറ്റർ ബൈ എക്സ്, എക്സ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷിയേറ്റ് ദി ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ദി ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന d² - 4 ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ഡിയിലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2d എന്ന് കിട്ടും. അപ്പോൾ x/2d × e⁻²x പ്ലസ് രണ്ടാമത്തെ ടേമിൽ ഇപ്പോൾ d = -4 എന്ന് കൊടുക്കണം. അപ്പോൾ d = -4 എന്ന് കൊടുക്കുമ്പം 16 - 4 എന്ന് വരും. 16 - 4 എന്ന് പറയുന്നത് 12 ആണ്. പ്ലസ് 1/12 e⁻⁻4x. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്, 1/D എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ x/2 × 1/d ഓഫ് e⁻²x ആണ്. അപ്പോൾ e⁻²2x ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? e⁻²x ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ x/2 × e⁻²x ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/12 × e⁻⁻4x.
ഇപ്പോൾ x/4 ഇൻറ്റു ഇ റേസ്റ്റ് 2x പ്ലസ് 1/12 ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് 4x. പിന്നെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? c1 ഇ റേസ്റ്റ് 2x പ്ലസ് c2 ഇ റേസ്റ്റ് മൈനസ് 2x പ്ലസ് x/4 ഇ റേസ്റ്റ് 2x പ്ലസ് 1/12 ഇ റേസ്റ്റ് മൈനസ് 4x. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 4d² മൈനസ് 4d പ്ലസ് 1 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 4. ഇവിടെ അതുപോലെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പുട്ട് ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു m. ഇപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്തായിട്ട് മാറും? 4m² മൈനസ് 4m പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. കാൽക്കുലേറ്ററിൽ വെച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് റൂട്ട്സ് കിട്ടുന്നത് m ഈക്വൽ ടു 1/2 ആണ്. ഇപ്പോൾ 1/2 രണ്ട് പ്രാവശ്യമുണ്ട്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ m ഈക്വൽ ടു 1/2 ട്വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഫോർമുലയാണ് c1 പ്ലസ് c2 x ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. അപ്പോൾ ഇവിടെ m എന്ന് തന്നിരിക്കുന്നത് 1/2 ആണ്. അപ്പോൾ c1 പ്ലസ് c2 x ഇൻറ്റു ഇ റേസ് ടു x/2. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്കിവിടെ വരുന്നത് 4 ആണ്. പക്ഷേ 4 ഇൻറ്റു നമുക്ക് ഇ റേസ് ടുവിൻ്റെ പവർ ഇല്ല. പക്ഷേ പവർ നമുക്കവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. ആ 1നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇ റേസ് ടു 0x എന്ന് എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ ഡിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? അവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പുട്ട് ഡി ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. അപ്പോൾ 1/0 മൈനസ് 0 പ്ലസ് 1 വരും. അപ്പോൾ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്? y ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇപ്പോൾ y ഇസ് ഈക്വൽ ടു c1 പ്ലസ് c2 x ഇൻറ്റു ഇ റേസ് ടു x/2 പ്ലസ് 4. ഇ റേസ് ടു 0x എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 0 ആണല്ലോ, അത് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു y ഇസ് ഈക്വൽ ടു കോസ് hx പ്ലസ് 22 പ്ലസ് 5 ഇൻറ്റു ഇ റേസ് ടു 3x. ഇവിടെ അതുപോലെ ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പുട്ട് ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു m. m² മൈനസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇപ്പോൾ m മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ m ഈക്വൽ ടു 1 കിട്ടും. ഇപ്പോൾ ട്വൈസ് ആണ്. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 പ്ലസ് c2 x ഇൻറ്റു ഇ റേസ് ടു x. ഇനി നെക്സ്റ്റ് വൺ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കണം. റൈറ്റ് സൈഡിൽ കോസ് hx പ്ലസ് 22 പ്ലസ് 5 ഇൻറ്റു ഇ റേസ് ടു 3x ആണ്. ഇപ്പോൾ കോസ് hx എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഫോർമുലയാണ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് x/2 പ്ലസ് 22 എന്നാണ് സെക്കൻഡ് ടേം വരുന്നത്. അപ്പോൾ 22 ഇൻറ്റു 1 വരും. ആ 1നെ നമ്മൾ എങ്ങനെ എഴുതണം? ഇ റേസ് ടു 0x എന്ന് എഴുതും. ഇനി തേർഡ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഇ റേസ് ടു 3x ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 22 ഇ റേസ് ടു 0x പ്ലസ് 5 ഇൻറ്റു ഇ റേസ് ടു 3x. ഇപ്പോൾ ഈ ബ്രാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ടേം വരുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് x/2 ആണ്. അവിടെ 1/2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/2 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. ഇപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 1/d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു 1/2 ഇ റേസ് ടു എക്സ് പ്ലസ് 1/d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു 1/2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 1/d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു 22 ഇൻറ്റു ഇ റേസ് ടു 0x പ്ലസ് 1/d² മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു 5 ഇൻറ്റു ഇ റേസ് ടു 3x. ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്
ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സിൽ പുട്ട് എ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. പുട്ട് എ ഈസ് ഈക്വൽ ടു -1 ആണ്. ഇനി തേർഡ് ടേമിൽ എന്ന് പറയുന്നത് ഇ റേസ് ടു 0x ആണ്. അപ്പോൾ അവിടെ പുട്ട് എ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി അതിൻ്റെ ഫോർത്ത് ടേമിൽ ഇ റേസ് ടു 3x ആണ്. അവിടെ എ ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ പുട്ട് എ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 - 2 + 1 വരും. അപ്പോൾ -1 + 1 ആണ്, അത് 0 എന്ന് വരും. 0 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. ഇപ്പോൾ ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വരും? ഈ ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി എന്ന് പറയുമ്പം 2d - 2 എന്ന് വരും. ഇപ്പോൾ എക്സ് ബൈ 2d - 2 ഇൻറ്റു 1/2 ഇ റേസ് ടു എക്സ്. ഇനി അതുപോലെ സെക്കൻഡ് ടേമിൽ ഇപ്പോൾ ഡി ഈക്വൽ ടു -1 കൊടുക്കണം. ഇപ്പോൾ 1 + 2 + 1 വരും. ഇപ്പോൾ 1 + 3 + 1 ആണ്. അപ്പോൾ അത് 4 എന്നായിരിക്കും. അപ്പോൾ 4 × 2 എന്നുണ്ട്. ഇപ്പോൾ 1/8 ഇ റേസ് ടു -x. ഇനി തേർഡ് ടേമിൽ ഇപ്പോൾ ഡി ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോൾ 0 - 0 + 1 ആണ്. അപ്പോൾ അവിടെ 1 ആണ് വരുന്നത് ഡിനോമിനേറ്ററിൽ. അപ്പോൾ 22 ഇ റേസ് ടു 0x എന്ന് വരും. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 22 പ്ലസ് എന്തായിരിക്കും? ലാസ്റ്റ് ടേമിൽ ഇപ്പോൾ ഡി ഈക്വൽ ടു 3 ആണ്. അപ്പം 9 - 6 + 1. അപ്പം അതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 എന്ന് കിട്ടുന്നത്. അപ്പോൾ 5/4 ഇ റേസ് ടു 3x എന്ന് വരും. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുവാണ്? വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ടേമിൽ പുട്ട് ഡി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡി ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2d - 2 അല്ലേ? അപ്പോൾ അവിടെ 2 - 2 അത് വീണ്ടും 0 എന്ന് വരും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. അപ്പോൾ ഡി അപ്പോൾ ന്യൂമറേറ്ററിൽ x² എന്ന് വരും. ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി ആകുമ്പം 2 എന്നായിരിക്കും. അപ്പോൾ x² / 2 എന്ന് വരും. x² / 2 1/2 ഇ റേസ് ടു എക്സ് പ്ലസ് 1/8 ഇ റേസ് ടു -x പ്ലസ് 22 പ്ലസ് 5/4 ഇ റേസ് ടു 3x. x² / 4 ഇ റേസ് ടു എക്സ് പ്ലസ് 1/8 ഇ റേസ് ടു -x പ്ലസ് 22 പ്ലസ് 5/4 ഇ റേസ് ടു 3x. അപ്പം അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ y ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2 x ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് x² / 4 ഇ റേസ് ടു എക്സ് പ്ലസ് 1/8 ഇ റേസ് ടു -x പ്ലസ് 22 പ്ലസ് 5/4 ഇ റേസ് ടു 3x.